ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് തണ്ണിമത്തന് തോട് വെച്ചിട്ട് അച്ചാറിടാൻ പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ തണ്ണിമത്തൻ നമ്മൾ പൊളിച്ച് നല്ലതായിട്ട് ക്ലീൻ ചെയ്യുന്ന അകത്തെല്ലാം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ അച്ചാറിടാൻ പോകണം. അപ്പം ഇതിൻ്റെ അച്ചാറെന്ന് പറഞ്ഞാൽ അടിപൊളി അച്ചാറാണ്. അപ്പം കൂടുതൽ ആരും അങ്ങനെ കഴിച്ചിട്ടില്ലെന്നാണ് ഞാൻ കേട്ടിടത്തോളം അറിഞ്ഞത്. ചോദിച്ചപ്പോൾ ആരും അങ്ങനെ കഴിച്ചിട്ടില്ല, അതിനെപ്പറ്റിയിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ ഒരു അച്ചാറിൻ്റെ വീഡിയോ ഇടാം എന്നോർത്തു കാണിച്ചു. അപ്പോൾ നമ്മുടെ വാട്ടർമെലൺ അഥവാ തണ്ണിമത്തൻ നല്ല രീതിക്ക് ഒന്ന് കഴുകിയെടുക്കുക. നമ്മൾ അതിനകത്തെ ഐറ്റംസ് എല്ലാം കളയല്ല, കഴിച്ചതിന് ശേഷം കുറച്ചൊക്കെ മിച്ചമുണ്ടാവില്ല, അതൊക്കെ നന്നായിട്ട് ചിരണ്ടി കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിക്ക് കഴുകിയിട്ട് 4-5 പീസായിട്ട് മുറിച്ചെടുക്കുക. കൈ പിടിക്കാൻ പാകത്തിന് മുറിച്ചെടുത്തിട്ട് ആ തോടെല്ലാം ഒന്ന് ചെത്തിക്കളയുക. എന്നിട്ട് ഞാൻ നല്ലതായിട്ട് ചെത്തി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരിയുക. അതായത് നമ്മൾ ഈ മാങ്ങയൊക്കെ അച്ചാറിടുമ്പോഴത്തേന് അരിയത്തില്ലേ, ചെറുതായിട്ട് കൊത്തി അതുപോലെ അരിഞ്ഞെടുക്കുക. അത്യാവശ്യം കുറച്ച് ടൈം പിടിക്കും, പക്ഷേ ഇത് അരിയാനായിട്ട് എളുപ്പം കേട്ടോ, പെട്ടെന്ന് അരിഞ്ഞ് തീരും. അതിനുശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് അതിൽ പാൻ ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഓയിലൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ആ കടുക് ഒന്ന് പൊട്ടുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇടണം. ഞാൻ ഈ വറ്റൽമുളക് തപ്പിപ്പോയ സമയം കൊണ്ട് ഈ കടുക് കരിഞ്ഞുപോയി. സോ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിന് എല്ലാ സാധനങ്ങളും അടുത്ത് വെച്ചിട്ടുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ കരിഞ്ഞൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഞാനിങ്ങനെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇതെനിക്ക് വളരെ സ്വാഭാവികമാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് നമ്മൾ വറ്റൽമുളക് ഇട്ടില്ലേ, അതിനുശേഷം നമ്മളതിനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പോൾ പച്ചമുളകിന് വരെ ഞാൻ ചുമന്ന മുളക് എടുത്തു കേട്ടോ. എൻ്റെ പച്ചമുളകെല്ലാം തീർന്നു പോയി. ഇപ്പോൾ ഞാൻ ചുമന്ന മുളകിട്ടാണ് സെറ്റാക്കിയത്. പച്ചമുളക് എന്ന് പറഞ്ഞപ്പോൾ പച്ചമുളക് തന്നെ വേണം എന്നല്ല പറഞ്ഞാൽ മുളകിടുക. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മുരിഞ്ഞ് ഗോൾഡൻ കളറായി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യും. ഞാൻ ആദ്യം പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വെളുത്തുള്ളി ഇട്ട്. നിങ്ങൾക്ക് അങ്ങനെ ഇടാം കേട്ടോ, 3 ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ചുമ്മാ അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതൊരു ഗോൾഡൻ കളറാകുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. ഇങ്ങനെ എല്ലാം ഇളക്കിയതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് മുളകോ എരിവുള്ളതോ ഇല്ലാത്തതോ ഒക്കെ യൂസ് ചെയ്യാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തത്. അതിന് ശേഷം അതിലേക്ക് പിക്കിൾ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി എടുത്തു. അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് കായപ്പൊടി, അതുപോലെ തന്നെ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ഇട്ട് നന്നായിട്ട് പിന്നെയും നമ്മൾ നന്നായിട്ട് ഇളക്കി. അങ്ങനെ ഇളക്കിയതിന് ശേഷമാണ് നമ്മുടെ താരത്തിന് എടുത്തിടുന്നത്, അതായത് നമ്മുടെ വാട്ടർമെലൺ അഥവാ തണ്ണിമത്തനെ എടുത്തിടുന്നത്. ഈ തണ്ണിമത്തൻ അരിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ പക്ഷേ ഉപ്പിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഉപ്പിട്ടപ്പോൾ അത് കുറച്ചും കൂടെ ഇങ്ങനെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു, ഇങ്ങനെ പതിഞ്ഞ് ഉപ്പെല്ലാം കൂടെ ഇറങ്ങി അങ്ങനെ ആയി. അപ്പോൾ നമ്മൾ ആ ഉപ്പിൻ്റെ വെള്ളവും എല്ലാം കൂടി ഒഴിച്ചിട്ടാണ് അത് അതിലേക്ക് ഒഴിച്ചത്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്, അത് ശകലം വെള്ളം. അപ്പം ഇതാണ് നമ്മുടെ തണ്ണിമത്തൻ അച്ചാറിൻ്റെ റെസിപ്പി. സോ വീട്ടിലെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ ബൈ.